ആ പാട്ടുകളുടെയൊക്കെ പ്രത്യേകതയെക്കുറിച്ച് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്ന് ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറയാനൊരു ഗായകൻ തന്നെ വരുന്നുണ്ട്. പാതിരാമഴയേതോ ഹംസഗീതം പാടി. ഔസേപ്പച്ചൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയാം ഈ ഗാനം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗാനം. എപ്പോൾ കേട്ടാലും മനസ്സിലൊരു തേങ്ങലുണ്ടാക്കുന്ന ഈ ഗാനം. ഔസേപ്പച്ചനെ ഞാൻ ആദ്യം കാണുന്നത് കോടമ്പാക്കത്ത് ഒരു സലാം എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ, സലാം എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ആർട്ടിസ്റ്റിൻ്റെ ഓഫീസിലൊരു ഭാഗത്ത് ഇദ്ദേഹം താമസിക്കുകയും അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഒരു 8 മണിക്കൂറുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൂപ്പർ വയലിനിസ്റ്റായിരുന്നു ഔസേപ്പച്ചൻ. അത്രയും വലിയൊരു വയലിനിസ്റ്റ് എന്ന ഒരു സ്റ്റേറ്റസിൽ നിന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു വലിയൊരു സ്റ്റേറ്റസിലേക്കുള്ള ആ ഒരു ദൂരം അത് എങ്ങനെയായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. ആ ദൂരം ഇനി അളന്നു നോക്കാൻ പറ്റില്ല. സംഭവിച്ചു പോയി. ഒരുപക്ഷെ പലപ്പോഴും ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണ്. ഭാരതൻ എന്നുള്ള ആളുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അതിലേക്ക് ഔസേപ്പച്ചൻ വരില്ലായിരുന്നു. ഇല്ലായിരുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ വാട്ട് വിൽ ബി ദ ഡെസ്റ്റിനി അല്ലേ.